ഉത്സവത്തിന് തുടക്കം കുറിച്ചു. കേരള ബ്രാഹ്മണസഭ പെരുമ്പാവൂർ ഉപസഭ വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ത്യാഗരാജസ്വാമികളുടെ ആരാധന ഉത്സവത്തിന് ബ്രാഹ്മണസഭ മന്ദിരത്തിൽ തുടക്കം കുറിച്ചു. പുഷ്യബാഹുല പഞ്ചമി നാളിലാണ് ത്യാഗരാജസ്വാമികൾ സമാധി അടഞ്ഞത്. ജനുവരി 27 ത്യാഗരാജ ദിനം. ത്യാഗരാജ ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ജനുവരി 26 മുതൽ 30 വരെ സ്വാമികളുടെ കൃതികൾ ഗാനാലാപനം നടത്തുന്നത്. സംഗീതജ്ഞ ശാരദ ടീച്ചർ നിലവിളക്ക് കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ത്യാഗരാജസ്വാമികൾ രചിച്ച പഞ്ചരത്ന കൃതികൾ ശാരദ ടീച്ചർ, SR പാർവതി അമ്മാൾ, മീനാക്ഷി രാമനാഥൻ, അഖില ഹരിഹര സുബ്രഹ്മണ്യൻ, വിജയലക്ഷ്മി ആർ എന്നിവർ ആലപിച്ചു. ത്യാഗരാജസ്വാമികൾ കർണാടക സംഗീതത്തിന് ഒട്ടനവധി കൃതികളാണ് രചിച്ചിട്ടുള്ളത്. ഇതെല്ലാം അന്യം നിന്നു പോകാതെ ലോകമാകമാനം സംഗീതം അഭ്യസിച്ച് കൃതികൾ ഇന്നും നിലനിൽക്കുന്നു. ശാന്തിയും സമാധാനവും ആത്മനിർവൃതിയും നൽകുന്ന കൃതികൾ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വിവിധ രാഗങ്ങളിൽ ആലപിച്ചു വരുന്നു. വനിതാ വിഭാഗം ഉപസഭാ പ്രസിഡന്റ് SR പാർവതി അമ്മാളുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് അഖില സ്വാഗതം പറഞ്ഞു. ഉപസഭാ പ്രസിഡന്റ് N രാമചന്ദ്രൻ, പ്രൊഫസർ PS രാമചന്ദ്രൻ, ട്രഷറർ S വൈദ്യനാഥൻ, ലക്ഷ്മി കൃഷ്ണമൂർത്തി എന്നിവർ ആശംസകൾ നേർന്നു. കേരള ബ്രാഹ്മണസഭ വനിതാ വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ ത്യാഗരാജ സംഗീതോത്സവം നടക്കുകയാണ്. ഇന്ന് മുതൽ 30-ാം തീയതി വരെയാണ് സംഗീതോത്സവം നടക്കുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട ദിനം നാളെയാണ്. എന്നാലും നമ്മൾ ഇന്ന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് സംഗീതാരാധന നടത്താൻ പോവുകയാണ്. ത്യാഗരാജ സംഗീതോത്സവം നടത്താൻ പോവുകയാണ്. ശ്രീ ത്യാഗരാജസ്വാമികൾ വലിയൊരു സംഗീതജ്ഞനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധനാ ദിനമായിട്ട് കൊണ്ടാടുന്നത് ജനുവരി 27-ാം തീയതി നാളെയാണ്. പക്ഷേ ഇന്ന് 26 മുതൽ 30 വരെ 5 ദിവസം സംഗീതോത്സവമായിട്ടാണ് എല്ലായിടത്തും കൊണ്ടാടപ്പെടുന്നത്. നമ്മൾ ഇവിടെ പെരുമ്പാവൂരിൽ ബ്രാഹ്മണസഭാ വനിതാ വിഭാഗം ഇന്ന് ഒരു പഞ്ചരത്ന കീർത്തനത്തിനോടുകൂടി ഇതിന് തുടക്കം കുറിക്കുകയാണ്. അതിനാണ് നമ്മൾ എല്ലാവരെയും ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനെ ആരാധിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പഞ്ചരത്ന കീർത്തനം നമ്മൾ പാടുന്നത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.